This news is brought to you by Z-Mobile, അമ്പലം റോഡ്, ചെറുപുഴ. ശ്രേയസ് കാസർഗോഡ് മേഖലയുടെ നേതൃത്വത്തിൽ 2026-2029 വർഷത്തെ ആക്ഷൻ പ്ലാൻ തയ്യാറാക്കലും സ്ഥലം മാറിപ്പോകുന്ന സോണൽ ഡയറക്ടർ റവറൻ ഫാദർ ജോൺ കയത്തങ്കലിന് യാത്രയയപ്പും പുതിയ സോണൽ ഡയറക്ടർ റവറൻ ഫാദർ വർഗീസ് കടക്കേത്തിന് സ്വീകരണവും ചെറുപുഴ ശ്രേയസ് ഓഫീസിൽ വെച്ച് സംഘടിപ്പിച്ചു. കാസർഗോഡ് മേഖലാ പ്രോഗ്രാം ഓഫീസർ നളിനാക്ഷൻ വി സ്വാഗതം ആശംസിച്ചു. സോണൽ ഡയറക്ടർ ഫാദർ വർഗീസ് കടക്കേത്ത് ആമുഖ പ്രഭാഷണം നടത്തി. 2026-2029 വർഷത്തെ ആക്ഷൻ പ്ലാൻ തയ്യാറാക്കുന്നതിന് സോണൽ മാനേജർ സാജൻ വർഗീസ് നേതൃത്വം നൽകി. സ്ഥലം മാറിപ്പോകുന്ന സോണൽ ഡയറക്ടർ ഫാദർ ജോൺ കൈത്തിങ്കൽ, യൂണിറ്റ് ഡയറക്ടർ റവറൻ ഫാദർ ഡോക്ടർ വർഗീസ് താന്നിക്കാക്കുഴി, മേഖലാ പ്രോഗ്രാം ഓഫീസർ ഷാജി എന്നിവർ സംസാരിച്ചു. വെളിച്ചന്തോട് യൂണിറ്റ് CDO ജോയ്സി രാജു നന്ദി രേഖപ്പെടുത്തി. പരിപാടിയിൽ യൂണിറ്റ് തല സ്റ്റാഫ് അംഗങ്ങൾ, യൂണിറ്റ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. നിങ്ങളാണ് ഇന്ന് വന്നിരിക്കുന്നത്, തിങ്ക് ടാങ്കിൽ പങ്കെടുക്കുന്നത്. ചിന്തിക്കുക, പ്രവർത്തിക്കുക, മറ്റുള്ളവരെ കൊണ്ട് പ്രവർത്തിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോകുന്ന സമയത്ത് രാഗിണി ചേച്ചിയുടെ തലയിൽ ചന്ദ്രക്കലയായിരുന്നു. തിരിച്ചു വരുമ്പോൾ അഗ്നിപർവ്വതം പോലെ നിന്ന് പൊതിയുന്നു. കാരണം ഈ ഗുരുവുകളെല്ലാം കൂടി ആലോചിച്ച് അപ്പോഴാണ് അടുത്തിരുന്ന വിലാസിനി ചേച്ചി പറഞ്ഞു, ഇതൊന്നും പ്രശ്നമില്ല, ഇതിനേക്കാളും വലിയ വിള നീന്തിക്കിടന്നവരാണ് ഈ ജോസഫ് എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോഴാണ് രാഗിണി പറഞ്ഞത്, അച്ഛൻ പറഞ്ഞ വളരെ കറക്റ്റാണ്, ഇന്ന് നടക്കാറില്ല, ഞങ്ങളൊക്കെ സ്കൂട്ടി എടുത്ത് പൂമ്പാറ്റകളെ പാറിപ്പോവുകയാണ് എന്ന് രാഗിണി നമ്മളെ നോക്കി വെല്ലുവിളിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഒരു വർഷത്തേക്ക് ഇനി അതിന് ശേഷമുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തു. ഇനിയും ഗ്രൂപ്പ് തിരിഞ്ഞ് ബാക്കി കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു വിടവാണ് പ്രിയപ്പെട്ട അച്ഛൻ നമുക്ക് തരുന്നത്. എനിക്ക് ഒരിക്കലും അച്ഛനെ പോലെ അങ്ങനെ സിമ്പിളായിട്ടൊന്നും നിൽക്കാനൊന്നും കഴിയുകയില്ല. പക്ഷെ അച്ഛൻ വളരെ സിമ്പിളായിട്ട് നിങ്ങളുടെ ഇടയിലൂടെ പ്രവർത്തിച്ച് നിങ്ങൾക്ക് നന്നായിട്ട് ബൂസ്റ്റിങ് ചെയ്തുകൊണ്ട് നിങ്ങളെല്ലാം വളർത്തുവാനായിട്ട് അച്ഛൻ ഒത്തിരി പരിശ്രമിച്ചിരുന്നു. 3 വർഷത്തെ ശ്രേയസിൻ്റെ ഈ മേഖലയിലെ പ്രവർത്തനങ്ങൾ, അതിൻ്റെ ആക്ഷൻ പ്ലാൻ, എങ്ങനെ ആനുകാലികമായി ശ്രേയസ് പ്രവർത്തനങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകണം എന്നുള്ളതൊക്കെ നിങ്ങൾ കൃത്യമായി ആലോചിക്കുകയും അതിന് ഒരു ആക്ഷൻ പ്ലാൻ തയ്യാറാക്കുകയും ഒക്കെ ചെയ്യുന്നതിനിടയ്ക്കാണ് ഇത്തരത്തിലുള്ളൊരു തികച്ചും വ്യത്യസ്തമായ, എന്നാൽ നാം ആദരിക്കേണ്ട, നന്ദി പറയേണ്ട ഒരു വ്യക്തിത്വത്തെ പ്രത്യേകമായി എടുത്തു കാണിക്കുന്നതിന് നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ആദ്യത്തെ ഒരു വാക്ക് മാത്രം. നിങ്ങൾക്കറിയാം, നമ്മുടെ ശ്രേയസിൻ്റെ പ്രവർത്തനങ്ങൾ എപ്പോഴും നമ്മുടെ സംഘതലത്തിൽ നിന്ന് വന്ന് യൂണിറ്റിലേക്ക്, മേഖലയിലേക്ക് വ്യാപിക്കുന്ന ഒരു പ്രവർത്തന ശൈലിയാണ്. അതുകൊണ്ട് ഈ അടുത്ത് വരുന്ന വർഷങ്ങളിൽ, അല്ലെങ്കിൽ അടുത്ത് വരുന്ന വർഷം, നമ്മുടെ പ്രവർത്തനത്തിൻ്റെ ഏറ്റവും കേന്ദ്ര ബിന്ദു എന്തായിരിക്കണം, അതിൻ്റെ ഫോക്കസ് പോയിന്റ് എന്തായിരിക്കണം എന്നത് നിങ്ങളുടെ ആലോചനയിലൂടെയാണ് പുറത്തു വരേണ്ടത്. അപ്പോൾ അതിനാണ് എപ്പോഴും നമ്മളൊരു ബ്രെയിൻ സ്റ്റോമിങ്, നമ്മുടെ ചിന്തകളുടെ സംവാദം, ചിന്തകളുടെ പരസ്പരം പങ്കുവയ്ക്കൽ, ഇതൊക്കെ നടത്തിയാണ് നമ്മുടെ പ്രദേശത്തിൻ്റെ കൺസേൺ എന്താണെന്ന് നമുക്ക് ബോധ്യമാകും. അതെ, അപ്പം നിങ്ങൾക്കറിയാം, നിങ്ങളാണ് ഓരോ ഇടവഴിയിലൂടെയും നടക്കുകയും, ഇപ്പം നടപ്പ് കുറവാണ്, എന്നാലും ഓരോ ശ്രേയസൊക്കെ തുടങ്ങിയപ്പോൾ അങ്ങനെയായിരുന്നു അല്ലേ. അധികമൊന്നും പറയാനില്ല. നിങ്ങളുടെ കൂടെ ആയിരിക്കാനുള്ള കുറച്ച് വർഷങ്ങൾ ഒരവസരം കിട്ടി എന്നുള്ളത് അതെന്നെ ഒത്തിരിയേറെ ചിന്തിപ്പിക്കാനും വളർത്താനൊക്കെ സാധിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ഈ സാമൂഹ്യ പ്രവർത്തന രംഗത്ത് നമ്മൾ ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ ഈ സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുമ്പം നമ്മുടെ അവസരോചിതമായ ഇടപെടലുകളാണ് സമൂഹത്തിൽ മാറ്റം കൊണ്ടുവരിക. അപ്പം അതിന് നിങ്ങൾ ഒരു കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ ചർച്ച ചെയ്തിട്ട് 3 വർഷത്തേക്കുള്ള നമ്മുടെ പ്രോഗ്രാമൊക്കെ സെറ്റ് ചെയ്ത് ചർച്ച ചെയ്ത് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ ഒരു ഒരു ബേസ് നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നല്ല കുറേ ആശയങ്ങളൊക്കെ നമുക്ക് കിട്ടി കാണും എന്ന് കരുതുകയാണ്. ചെയ്യാതെ നമ്മൾ ചെയ്തതിൻ്റെ പശ്ചാത്തലം കൊണ്ടാണ് നമുക്കിങ്ങനെയൊക്കെ ആയിത്തീരാൻ പറ്റി. വളരെ രസകരമായ ഒരു കഥ ഈ കഴിഞ്ഞ ദിവസം കേട്ടത്. പെൺസിംഹം ആൺസിംഹത്തോട് പറഞ്ഞു, എൻ്റെ വായിക്ക് നല്ല മണമാണ്, ഭയങ്കര നാറ്റമാണ് എന്ന് പറഞ്ഞു. പെൺസിംഹം ആൺസിംഹത്തോട്, ആൺസിംഹത്തിന് ഭയങ്കര ദേഷ്യമായിട്ട് ആടിൻ്റെ അടുത്ത് ചെന്ന് ചോദിച്ചു, എൻ്റെ വൈഫ് ഇങ്ങനെ പറഞ്ഞു, എൻ്റെ വായിക്ക് നല്ല നാറ്റമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം അവൾ പറഞ്ഞ കറക്റ്റാണെന്ന് ആട് പറഞ്ഞു. ഉടനെ തന്നെ ആടിനെ ഈ സിംഹം കൊന്നു. കുറച്ച് കഴിഞ്ഞ് അടുത്ത് ചെന്ന് തൊട്ടടുത്ത് ചെന്നായി നിൽപ്പുണ്ട്. ചെന്നായിയോട് ചോദിച്ചപ്പോൾ ചെന്നായി പറഞ്ഞു, നല്ല റോസപ്പൂവിൻ്റെ സ്മെല്ലാന്ന് പറഞ്ഞു. അപ്പോൾ കളിയാക്കിയതാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അതിനെയും പിടിച്ച് കൊന്നു.
അത് കഴിഞ്ഞ് ചെന്നത് കുറുക്കൻ്റെ അടുത്താണ്. അപ്പോൾ കുറുക്കനോട് ചോദിച്ചാൽ കുറുക്കൻ പറഞ്ഞു, എനിക്ക് പനി, എൻ്റെ മൂക്കടച്ചിരിക്കുക, അതുകൊണ്ട് മണമൊന്നും വരുന്നില്ല. ഇപ്പം രണ്ടെണ്ണത്തെ കൊന്നിട്ടിരിക്കുന്നത് കണ്ടേച്ചാണല്ലോ കുറുക്കൻ ഇരിക്കുന്നത്. അപ്പം മണം ചിലപ്പോൾ ചില അപ്രിയ സത്യങ്ങളൊക്കെ നമ്മൾ പറയാതിരിക്കുന്നതായിരിക്കും ബുദ്ധി, അല്ലേ? ചിലപ്പോൾ അപ്രിയ സത്യങ്ങൾ നമ്മൾ വിളിച്ചു പറയുന്നതായിരിക്കും. പക്ഷെ വിളിച്ചു പറയുമ്പോൾ ഇങ്ങനത്തെ ഒരു പ്രശ്നം അതിനകത്ത് ഉണ്ട്. പക്ഷേ അപ്രിയ സത്യങ്ങളെല്ലാം ആരുടെ മുഖത്ത് നോക്കി വിളിച്ചു പറയുന്ന ഒരു കൂട്ടത്തിലായിരുന്നു പ്രിയപ്പെട്ട ജോണച്ചൻ. അച്ഛന് അപ്രിയ കാര്യങ്ങൾ, സത്യങ്ങൾ ആരാണെങ്കിലും നോക്കാതെ, മുഖത്ത് നോക്കാതെ വിളിച്ചു പറയുക എന്നുള്ളത് അച്ഛൻ്റെ ഒരു പ്രത്യേകതയാണ്. ഒരു പക്ഷേ അത് നല്ലതായിരിക്കും. പ്രത്യേകിച്ച് ഞങ്ങൾക്കൊക്കെ സന്തോഷം എന്നൊരു കാര്യം, ബത്തേരി ശ്രേയസിൻ്റെ ജനറൽ ബോഡി നടക്കുന്ന സമയത്ത് ഇതിനെ ലീഗലൈസ് ചെയ്യുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്തപ്പോൾ നമുക്ക് നിധി ബാങ്ക് തുടങ്ങുന്നതിനെക്കുറിച്ച് പിതാവോട് സംസാരിച്ചപ്പോൾ ആരേറ്റെടുക്കും, ആർക്കാണ് ഇതിന് ഉത്തരവാദിത്തം ഏറ്റെടുക്കാനും പിതാവ് ചോദിച്ചപ്പോൾ ആദ്യം എഴുന്നേറ്റ് നിന്ന് ഞാൻ ഏറ്റെടുക്കുമെന്ന് പറഞ്ഞത് പ്രിയപ്പെട്ട ജോണസനാണ്. ഇന്ന് അത് നല്ല രീതിയിൽ 8 കോടി രൂപയ്ക്കടുത്ത് സേവിങ്സും അതിൻ്റെ രീതി വായ്പയും പോയി. കഴിഞ്ഞ ദിവസങ്ങളിൽ 10-45 ലക്ഷം രൂപ ലാഭമുള്ള ഒരു സ്ഥാപനമായിട്ട് അതിനെ മാറ്റിയെടുക്കാൻ കഴിഞ്ഞെങ്കിൽ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച പ്രധാനപ്പെട്ട ബാക്ക് ബോൺ എന്ന് പറയുന്നത് പ്രിയപ്പെട്ട ജോണസനാണ്. ആ ഒരുക്കത്തിൻ്റെ ഒരു മുന്നോടിയാണ് ഇന്ന് നമ്മളിവിടെ നടത്തിയിരിക്കുന്ന നമ്മുടെ കാസർഗോഡ് മേഖലയുടെ അടുത്ത 3 വർഷത്തേക്കുള്ള ഒരു ആക്ഷൻ പ്ലാൻ പ്രിപ്പറേഷൻ്റെ മീറ്റിംഗ്. അത് നമ്മളൊരു പകുതി സമയം നമുക്ക് കഴിഞ്ഞു. അതിൻ്റെ ഇടയ്ക്കാണ് നമുക്ക് അതിനേക്കാൾ പ്രാധാന്യവും ഈ ദിവസത്തിൻ്റെ ഈ മീറ്റിങ്ങിൻ്റെ നമ്മുടെ ശ്രേയസ് സംഘടനയുടെ അതിപ്രാധാന്യമായിട്ടുള്ള ഒരു മീറ്റിങ്ങിലേക്ക് നമ്മൾ കടന്നു വരുന്നത്. ഈ മീറ്റിങ്ങിൻ്റെ പ്രാധാന്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ ശ്രേയസ് കണ്ണൂരിൻ്റെ കാസർഗോഡ് ആകുന്നതിന് മുമ്പ് ശ്രേയസ് കണ്ണൂരിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും നിറഞ്ഞു നിന്ന് നമുക്ക് വേണ്ടത്ര ക്രമീകരണങ്ങൾ ചെയ്തു തരികയും അതിനേക്കാളുപരി നമ്മളിലൂടെ കടന്നു വന്ന് നമുക്ക് വേണ്ടി പ്രവർത്തിച്ച നമ്മുടെ ഡയറക്ടർ അച്ഛനായിരുന്ന ജോൺ കയറ്റങ്കൽ അച്ഛൻ തൻ്റെ പ്രധാനപ്പെട്ട സുദീർഘമായ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ സേവനം കഴിഞ്ഞ് നിലമ്പൂർ മേഖലയിലേക്ക് ഈ 20-ാം തീയതി യാത്രയാവുകയാണ്. ഇപ്പോഴാണ് പെട്ടെന്ന് നമ്മുടെ ജോണച്ചന് യാത്രയപ്പും കൂടെ കൊടുക്കുന്നുണ്ട് എന്നുള്ളത് അറിഞ്ഞത്. അപ്പം നമ്മൾ വിചാരിച്ചായിരുന്നു കാസർഗോഡും കണ്ണൂരും തിരിഞ്ഞപ്പം അതുവരെ ഞങ്ങളുടെ ഡയറക്ടറും കൂടിയായിരുന്നു അച്ഛൻ. അപ്പോൾ ഒരു സെൻഡ് ഓഫ് കൊടുക്കാനും അച്ഛൻ പോകുന്ന കാര്യം അറിയാനും അച്ഛനൊന്ന് കാണാൻ പോലും പറ്റിയില്ലല്ലോ എന്ന് ഞാനിവിടെ ഷെയർ ചെയ്തായിരുന്നു. അപ്പോൾ അത് എന്തായാലും ഒത്തിരി സന്തോഷമുണ്ട് അച്ഛനെ ഈ ദിവസത്തിൽ ഇവിടെ കാണാൻ പറ്റിയതിൽ. അച്ഛന് ഞങ്ങൾക്കും യാത്രയിൽ പങ്കെടുക്കാൻ പറ്റിയതിന്. അച്ഛനെ കുറേ വർഷങ്ങളായിട്ട് അച്ഛൻ കണ്ണൂർ കറങ്ങി നടക്കുന്ന ആ സമയത്തെല്ലാം എല്ലാ ഇടവുകളിലും ഉള്ളപ്പോൾ തൊട്ടേ നമുക്കറിയാം. പ്രത്യേകിച്ച് അച്ഛൻ നാട്ടിൽ മിഷൻ അതിൻ്റെ കെട്ടിടങ്ങൾ പണിയുന്ന സമയത്ത്, ആ വീടുകൾ പണിയുന്ന സമയത്ത് അച്ഛനെ പലപ്പോഴും കണ്ടിട്ടുണ്ട്. സാധാരണക്കാരനായിട്ട് അച്ഛൻ അവരുടെ ഒപ്പം പണിക്കാരുടെ കൂടെ നിന്ന് അവിടെ ചെലവഴിക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അച്ഛൻ ഇവരെല്ലാവരും വിശേഷിപ്പിച്ച വിശേഷണങ്ങൾ ഒട്ടും കൂടുതലല്ല എന്നെനിക്ക് തോന്നി ഇവിടെ ഇരുന്നപ്പം. അപ്പോൾ അച്ഛന് ഞങ്ങളുടെ മേഖലയിൽ, നമ്മുടെ മേഖലയിൽ ഉണ്ടായിരുന്നപ്പോഴും ഞങ്ങളുടെ മേഖലയിലേക്ക് ഇപ്പം വന്ന് ഞങ്ങളുടെ ആയിരിക്കുന്നതിനും ഒത്തിരി സ്നേഹത്തോടെ അച്ഛന് നന്ദി അറിയിക്കുന്നു. അച്ഛൻ ചെല്ലുന്ന മേഖലകളിൽ വൈദികർ ഒരു ഓർബിറ്റിൽ കറങ്ങുന്ന ഒരു ഇതാണ് അവർ ചെല്ലുന്നിടത്ത് ഉള്ളവരപ്പം ശ്രേയസ്സുകാരും ഒരു സോഷ്യൽ വർക്ക് ആണെങ്കിൽ കൂടിയും വൈദികർ അവരുടെ രൂപതയിൽ എല്ലാ ഇടവകളിലൂടെയും കറങ്ങിത്തിരിഞ്ഞ് വരുന്നതാണ്. എല്ലാവരും ഒത്തിരി പേർക്ക് സാന്ത്വനാകാൻ കഴിയുന്ന വ്യക്തിത്വങ്ങളാണ്. അതുകൊണ്ട് അച്ഛൻ ചെല്ലുന്ന മേഖലകളിൽ അച്ഛന് നന്മയുണ്ടാവട്ടെ, അച്ഛന് നല്ലത് ചെയ്യാൻ കഴിയട്ടെ, അച്ഛന് ഇതിൽ പേടിപ്പിച്ചതുപോലെ ശ്രേയസ്സൊക്കെ നന്നായിട്ട് വരട്ടെ അച്ഛൻ്റെ നേതൃത്വത്തിൽ. ഒത്തിരി സ്നേഹത്തോടെ അച്ഛൻ എല്ലാവിധ പ്രാർത്ഥന മംഗളങ്ങളും കാസർഗോഡ് നഗരത്തിൽ. ചെറുപുഴയുടെ ഹൃദയഭാഗത്ത് 7 വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന സെഡ് മൊബൈൽ നവീകരിച്ച ഷോപ്പിന്റെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. ഐഫോൺ, സാംസങ്, റെഡ്മി, റിയൽമി, OnePlus, IQ തുടങ്ങിയ ലോക പ്രശസ്ത ബ്രാൻഡുകളുടെ മൊബൈൽ ഫോണുകൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ EMI സൗകര്യത്തോടുകൂടി നിങ്ങളിലേക്ക്. മൊബൈൽ ആക്സസറീസ്, സെക്കൻഡ് ഹാൻഡ് ഫോൺ മുതലായവ ലഭ്യമാണ്. കാലത്തിന്റെ ആധുനികതയ്ക്കൊപ്പം ചെറുപുഴയെ നയിക്കുന്ന സെഡ് മൊബൈൽ, അമ്പലം റോഡ്, ചെറുപുഴ. ഫോൺ 92077577.